മുഖ്യനെ കാത്ത് നാടെങ്ങും കരിങ്കൊടി. പാലക്കാട് ചാലിശ്ശേരിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രണ്ടിടങ്ങളിലാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. ചാലിശ്ശേരി മുലയംപറമ്പ് ക്ഷേത്ര ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങി അൻസാരി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുഖ്യമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് പാലക്കാട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. പുലർച്ചെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷബീർ എടയന്നൂരിനെ കരുതൽ തടങ്കലിലാക്കി. സഖാക്കളോട് തിരുത്തണമെന്ന് പാർട്ടി. സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള ആർത്തിയിൽ നിന്ന് സഖാക്കളെ മോചിപ്പിക്കണമെന്ന് CPM. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെറ്റുതിരുത്തൽ രേഖയിലാണ് പരാമർശം. തുടർ ഭരണം കിട്ടിയതോടെ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കണമെന്ന മനോഭാവം പാർട്ടിയിൽ വേരുറപ്പിക്കുന്നു. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ജോലി വാങ്ങിക്കൊടുക്കുക എന്നത് ചിലർ അവകാശമായി കാണുന്നുവെന്നും വിമർശനം ഉണ്ട്. കഴിഞ്ഞ ഡിസംബർ 21-22 തീയതികൾ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണ് തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്ത് അംഗീകരിച്ചത്. പാർട്ടിയെ ബാധിച്ച ജീർണ പ്രവണതകൾ എണ്ണിപ്പറഞ്ഞാണ് തെറ്റുതിരുത്താൻ നിർദ്ദേശിക്കുന്നത്. തുടർഭരണം കിട്ടിയതോടെ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കണമെന്ന മനോഭാവം പാർട്ടിയിൽ വേരുറപ്പിക്കുന്നു. സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള ആർത്തി നേതാക്കൾക്കിടയിൽ കൂടി. ഉത്തരവാദപ്പെട്ട ഘടകങ്ങളിലെത്തിയാൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ജോലി വാങ്ങിക്കൊടുക്കുക എന്നത് ചില നേതാക്കൾ അവകാശമായി കാണുന്നു. ഇവരുടെ പ്രവർത്തനം ഓരോ പ്രദേശത്തും വലിയ അവമതിപ്പിനിടയാക്കുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ട തൊഴിൽ പാർട്ടി നേതാക്കൾ തട്ടിയെടുത്തുന്ന വികാരമാണ് പൊതുജനങ്ങളിൽ ഇതുണ്ടാക്കുന്നത്. ഇത് പാർട്ടിയും ജനങ്ങളും തമ്മിൽ അകൽച്ചയ്ക്കിടയാക്കുന്നുവെന്ന് CPM ആശങ്കപ്പെടുന്നു. അർഹതപ്പെട്ടവർക്ക് സംരക്ഷണം കിട്ടാതെ വരുന്നതോടെ അതിന് നിരാശ അവരിലുണ്ടാവും. അത് പാർട്ടിക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കർശന നിലപാട് വേണമെന്നാണ് സംസ്ഥാന സമിതി നിർദ്ദേശം. ജില്ലാ ഘടകങ്ങളിലെ ചർച്ചയ്ക്ക് ശേഷം ഏരിയ കമ്മിറ്റികൾ തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യുകയാണ്. പാർട്ടി ബ്രാഞ്ചുകളിലും ചർച്ചയുണ്ടാകും. രേഖയുടെ അടിസ്ഥാനത്തിലുള്ള തെറ്റുതിരുത്തൽ നടപടികളിലേക്കും CPM കടന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തില്ലങ്കേരിയെ തള്ളി പാർട്ടി. ആകാശ് തില്ലങ്കേരി വിവാദത്തെ പ്രതിരോധിക്കാൻ CPM. കണ്ണൂർ തില്ലങ്കേരിയിൽ തിങ്കളാഴ്ച വിശദീകരണ യോഗം സംഘടിപ്പിക്കും. കൊട്ടേഷൻ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഇന്ന് വൈകിട്ട് ഡിവൈഎഫ്ഐ പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്രിമിനലുകൾക്ക് മുന്നിൽ വിരണ്ടു നിൽക്കുകയാണ് CPM എന്നാണ് പ്രതിപക്ഷ വിമർശനം. കൊട്ടേഷൻ ആഹ്വാനം നൽകുകയും പിന്നീട് പാർട്ടി കൈവിടുകയും ചെയ്തുവെന്നായിരുന്നു ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വെളിപ്പെടുത്തൽ CPMനെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത്. ആകാശ് ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമാണെന്നും ആകാശിന് മറുപടി പറയേണ്ടതില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചെങ്കിലും വിശദീകരണ യോഗത്തിനൊരുങ്ങുകയാണ് CPM. തില്ലങ്കേരിയിൽ തിങ്കളാഴ്ച നടക്കുന്ന യോഗം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. കൊട്ടേഷൻ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയും പാർട്ടിക്കെതിരായ നുണപ്രചാരണങ്ങൾ തുറന്നുകാട്ടാനുമാണ് യോഗമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. അതേസമയം ആകാശിന്റെ വെളിപ്പെടുത്തൽ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. CPMനെ ഇപ്പോൾ ക്രിമിനലുകൾ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ഈ ക്രിമിനലുകളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കി അവരിപ്പോൾ പാർട്ടിയെ അതിൻ്റെ പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവരടക്കമുള്ള CPM ഉപയോഗിച്ച ക്രിമിനലുകൾ നടത്തുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും കൂട പിടിച്ചു കൊടുക്കേണ്ട ഗതികേടിലായി CPMഉം സർക്കാരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ജയരാജന് വേണ്ടി വാട്സപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളാണ് ആകാശ് തില്ലങ്കേരി. അദ്ദേഹം എങ്ങനെയാണ് പാർട്ടിയായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ കഴിയുക? മാത്രമല്ല ഇന്നലെ അദ്ദേഹമാണല്ലോ സ്വയം വന്ന് കീഴടങ്ങിയതല്ലേ, പോലീസ് പിടിച്ചല്ലോ. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണത്തെ എതിർക്കുന്നതും കേസ് വാദിക്കാനായി 2,11 ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചതും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം
ന്യൂസ് 18 കണ്ണൂർ. കരുതൽ തടങ്കലിനെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി ഇറങ്ങിയാൽ ജനങ്ങൾക്ക് യാത്ര സാധ്യമാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ യാത്ര പുലി ഇറങ്ങി എന്ന് പറയും പോലെയാണെന്ന് സതീശൻ പറഞ്ഞു. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ വെട്ടിലാക്കി ലൈഫ് മിഷൻ മുൻ സിഇഒയുടെ മൊഴി. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ രേഖകൾ തയ്യാറാക്കിയത് എം ശിവശങ്കറാണെന്ന് യു.വി. ജോസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി. സാമ്പത്തിക ഇടപാടുകളിൽ പങ്കില്ലെന്നും യു.വി. ജോസ് വ്യക്തമാക്കി. ലൈഫ് മിഷൻ കോഴക്കേസിൽ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം തുടരുമ്പോഴും എം ശിവശങ്കറിനെ കുരുക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുതിയതായി ലഭിക്കുന്ന ഓരോ മൊഴിയും. നിർമ്മാണ കമ്പനിയായ യൂണിടാക്കിന് കരാർ ലഭിക്കാൻ ശിവശങ്കർ ഇടപെടൽ നടത്തിയെന്ന് ലൈഫ് മിഷൻ മുൻ സിഇഒ യു.വി. ജോസ് മൊഴി നൽകി. ഭവന പദ്ധതിയുടെ രേഖകൾ എല്ലാം തയ്യാറാക്കി നൽകിയത് ശിവശങ്കറാണ്. കരാറിൽ ഒപ്പിടുക മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ. സാമ്പത്തിക ഇടപാടിൽ പങ്കില്ലെന്നും പദ്ധതിക്ക് പിന്നിൽ കോഴ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നുമാണ് യു.വി. ജോസ് നൽകിയ മൊഴി. യൂണിടാക്കുമായി ഉണ്ടാക്കിയ കരാറിന്റെ രേഖകൾ ഹാജരാക്കാനും യു.വി. ജോസിനോട് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നു. കരാർ രേഖകൾ യു.വി. ജോസിന് ഹാജരാക്കാനായില്ല. വിരമിച്ചിട്ട് 2 വർഷമായെന്നും തന്റെ കൈവശം രേഖകൾ ഇല്ലെന്നുമാണ് മറുപടി. അതേസമയം ഭവന പദ്ധതിയുടെ കരാർ രേഖകൾ ലഭിക്കാത്തത് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ആരോപണമുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. രേഖകൾ വിജിലൻസിന്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ 4ാം ദിവസവും തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. 2 ശരീരവും ഒരാത്മാവും പോലെ പ്രവർത്തിക്കുന്നവരാണ് സി.എം. രവീന്ദ്രനും പിണറായി വിജയനുമെന്ന് കെ. സുരേന്ദ്രൻ. രവീന്ദ്രന്റെ ചാറ്റുകൾ പുറത്തുവന്നതോടെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കാർക്കും സ്വപ്നയുമായുള്ള ബന്ധം വെളിവായെന്നും സുരേന്ദ്രൻ ആലുവയിൽ പറഞ്ഞു. CPM-ന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തട്ടിപ്പുകളുടെയും സൂത്രധാരനാണ് സി.എം. രവീന്ദ്രൻ. അപ്പോൾ സി.എം. രവീന്ദ്രന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് പിണറായി വിജയന്റെ ഇൻവോൾവ്മെന്റ് ആണെന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പോൾ 2 ശരീരവും ഒരാത്മാവും പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ് രവീന്ദ്രനും പിണറായി വിജയനും. ഈ മന്ത്രിസഭയിലും ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വപ്നയ്ക്ക് ജോലി വാങ്ങിക്കൊടുത്തതും സ്വപ്നയെ കൊണ്ട് കള്ളക്കടത്ത് നടത്തിച്ചതും ഈ തട്ടിപ്പ് സംഘങ്ങളെ ഉപയോഗിച്ച് പണമുണ്ടാക്കിയതും എല്ലാം മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരും അറിഞ്ഞുകൊണ്ടാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. RSSുമായി നടത്തിയ ചർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനവുമായി വിദ്യാർത്ഥി വിഭാഗം. സ്വന്തം സംഘടന ചെയ്താൽ ശരിയും മറ്റുള്ളവർ ചെയ്താൽ തെറ്റുമാകുന്നത് അടഞ്ഞ സംഘടനാ ബോധമാണെന്ന് ഫ്രറ്റേണിറ്റി ദേശീയ സെക്രട്ടറി വസീം RS കുറ്റപ്പെടുത്തി. ചർച്ചയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അസഹിഷ്ണുതയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. സമുദായ സംഘടനകളും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളും RSS ചർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്തുമ്പോൾ സംഘടനക്കകത്തും എതിർ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും നേതാക്കളെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വിലക്കിയെങ്കിലും ചിലർ എതിർപ്പ് പരസ്യമാക്കുന്നു. വേട്ടക്കാരന്റെ അജണ്ട തിരിച്ചറിയാതെയാണ് ചർച്ചയെന്ന് വിദ്യാർത്ഥി വിഭാഗമായ ഫ്രറ്റേണിറ്റി ദേശീയ സെക്രട്ടറി വസീം RS ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. RSSുമായുള്ള ചർച്ച രാഷ്ട്രീയ വിവേകമല്ല. ജമാഅത്തെ ഇസ്ലാമി ചെയ്താലും അത് തെറ്റാണ്. സ്വന്തം സംഘടന ചെയ്താൽ ശരിയും മറ്റുള്ളവർ ചെയ്താൽ തെറ്റുമാകുന്നത് അടഞ്ഞ സംഘടനാ ബോധമാണ്. സംഘടനയേക്കാൾ വലുതാണ് നീതിബോധമെന്നും ജമാഅത്തെ ഇസ്ലാമി തെറ്റുതിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും വസീം പറയുന്നു. അണികളിൽ പ്രതിഷേധമുണ്ടെന്ന് ഇന്നലെ മാധ്യമം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലും വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ 2 സമുദായങ്ങൾ തമ്മിൽ അടുക്കുന്നതിൽ അസഹിഷ്ണുതയാണെന്ന് BJP കുറ്റപ്പെടുത്തുന്നു. CPM-നും കോൺഗ്രസിനും വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന ഭയമാണെന്ന് കെ. സുരേന്ദ്രൻ. എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. അതിനെ തുരങ്കം വെക്കുന്നവര് ഇക്കാലം അത്രയും മുസ്ലിം വോട്ട് ബാങ്കിനെ അവരുടെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ചവരാണ്. അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഈ പ്രചാരണത്തിന് മുഴുവൻ പിന്നിൽ. എന്നാൽ വിവാദങ്ങളിൽ പ്രതികരണമോ വിശദീകരണമോ വേണ്ടെന്ന നിലപാടിലാണ് RSS ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം. അകത്തു നിന്നും പുറത്തു നിന്നും വിമർശനങ്ങൾ ശക്തമാവുമ്പോഴും RSSുമായി ചർച്ച തുടരുമെന്ന ജമാഅത്തെ ഇസ്ലാമി നിലപാടിൽ മാറ്റമില്ല. വൈകാരികമായ പൊട്ടിത്തെറികൾ കണ്ട് ചർച്ചയിൽ നിന്ന് പിന്മാറാത്തത് ഹൃദ്യമാണെന്ന പരാമർശം ഇന്നലെ മാധ്യമം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലും ഉണ്ട്. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. തെങ്കാശിയിൽ മലയാളിയായ റെയിൽവേ ജീവനക്കാരിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമം പ്രത്യേക റെയിൽവേ പോലീസ് സംഘം അന്വേഷിക്കും. പ്രതിക്കായി വ്യാപക പരിശോധന. വഴങ്ങിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് അക്രമി ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ മൊഴി. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ചെരുപ്പ് കിട്ടിയതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പ്രതി പെയിന്റിംഗ് തൊഴിലാളിയാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം.
20ഓളം പേരെ ഇതിനകം ചോദ്യം ചെയ്തു കഴിഞ്ഞു. റെയിൽവേ പോലീസ് SP പൊന്നുച്ചാമിയുടെ നേതൃത്വത്തിലുള്ള 20-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അക്രമി തമിഴ് സംസാരിക്കുന്ന ആളാണെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. വഴങ്ങിയില്ലെങ്കിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. അക്രമി മദ്യപിച്ചിരുന്നു. യുവതിയുടെ ശരീരമാസകലം ക്ഷതമേറ്റ പാടുകളുണ്ട്. പരസഹായമുണ്ടെങ്കിൽ മാത്രമേ യുവതിക്ക് നടക്കാൻ കഴിയൂ. ഓപ്പണായിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എൻ്റെ വൈഫിനോട് അവൾ തീർത്ത് തുറന്നു പറഞ്ഞു. ശരിക്കും അടിയും കൊടുത്തു. ദേഹത്ത് മൊത്തം പാടുകളും പ്രശ്നങ്ങളായിട്ട് നിൽക്കുക. ഡോക്ടർമാർ പറയുന്നത് ഒരാഴ്ച നോക്കട്ടെ എന്നിട്ട് പറയാം. പിന്നെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ പറഞ്ഞ നല്ല ഇഞ്ചുറി ഉണ്ട്. വയറ്റിനും എല്ലായിടവും ഇഞ്ചുറി ഉണ്ട്. മിനിഞ്ഞാന്ന് രാത്രി 8 മണിയോടെയായിരുന്നു മലയാളിയായ റെയിൽവേ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നത്. തിരുനെൽവേലി തെങ്കാശി റെയിൽവേ പാതയിൽ പാവൂർ സത്രം റെയിൽവേ ഗേറ്റിന് സമീപത്താണ് യുവതി ആക്രമിക്കപ്പെട്ടത്. ന്യൂസ് 18 കൊല്ലം. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഉൾപ്പെട്ട കുഞ്ഞിന്റെ ദത്തു നടപടികൾ നിർത്തിവെച്ച് ശിശുക്ഷേമ സമിതി. കുഞ്ഞിനെ താൽക്കാലികമായി ഏറ്റെടുക്കാനാവില്ലെന്ന് അമ്മ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. കുഞ്ഞിന്റെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ ശ്രമം നടന്നെന്ന് വ്യക്തമാക്കുന്ന അനിൽകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു. ശിശുക്ഷേമ സമിതിയിൽ നേരിട്ട് ഹാജരായാണ് കുഞ്ഞിന്റെ അമ്മ മൊഴി നൽകിയത്. വ്യക്തിപരമായ അസൗകര്യങ്ങളുള്ളതിനാൽ തൽക്കാലം കുഞ്ഞിനെ ഏറ്റെടുക്കാനാവില്ലെന്ന് അമ്മ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് കുഞ്ഞിനെ ദത്ത് നൽകാനുള്ള നടപടികൾ റദ്ദാക്കുന്നതായി ശിശുക്ഷേമ സമിതി അറിയിച്ചത്. ഭാവിയിൽ കുഞ്ഞിനെ ആവശ്യപ്പെട്ട് അമ്മ മടങ്ങിയെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് നിയമാനുസരണം കുഞ്ഞിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. കുഞ്ഞിന്റെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനുള്ള ശ്രമങ്ങൾ നടന്ന വിവരങ്ങളും പുറത്തുവന്നു. ഈ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്. ഡോക്ടറുടെ ഒപ്പം അനുബന്ധ രേഖകളും വ്യാജമായി നിർമ്മിച്ചു. ആശുപത്രിയിലെ ജീവനക്കാരനായ ശിവൻ എന്നയാളാണ് ലേബർ റൂമിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റിനുള്ള ഫോം വാങ്ങിയത്. ഇതും അനിൽകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കേസിലെ പരാതിക്കാരിയായ നഗരസഭാ ജീവനക്കാരി രഹ്നയുടെ സഹായത്തോടെയാണ് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്. ബർത്ത് രജിസ്ട്രേഷൻ ഫോറം ലേബർ റൂമിലെ ഡെസ്പാച്ച് രജിസ്റ്ററിൽ ചേർക്കാൻ രഹ്ന ആവശ്യപ്പെട്ടു. ഈ സമയം ഡ്യൂട്ടി നഴ്സിന് തോന്നിയ സംശയമാണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ കാരണമെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. താൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്ന് അറസ്റ്റിലായ അനിൽകുമാർ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ആശുപത്രി സൂപ്രണ്ടിന് കൃത്യത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞത് കളവായിരുന്നു. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതിൽ 1 ലക്ഷത്തിൽ താഴെ തുക പ്രതിഫലമായി വാങ്ങിയെന്നും അനിൽകുമാർ മൊഴി നൽകി. റിമാൻഡിൽ കഴിയുന്ന അനിൽകുമാറിനായി തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ന്യൂസ് 18 കൊച്ചി. ADMനെ സംരക്ഷിക്കുന്ന കളക്ടർ. കോട്ടയം ADM ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രാ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിച്ച് ജില്ലാ കളക്ടർ PK ജയശ്രീ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണം കളക്ടർ അട്ടിമറിച്ചതിന്റെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. ജിനു പുന്നൂസ് സ്വകാര്യ യാത്രകൾ ഒന്നും നടത്തിയിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കളക്ടർ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ നവംബർ 4-നാണ് കോട്ടയം ADM ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രാ വിവാദം ന്യൂസ് 18 പുറത്തുവിട്ടത്. ജില്ലാ കളക്ടർക്ക് തൊട്ടു താഴെ അധികാരമുള്ള കോട്ടയം ADM ജിനു പുന്നൂസിന്റെ ഈ യാത്ര ശ്രദ്ധിക്കുക. സ്വന്തം വാഹനത്തിൽ ചങ്ങനാശ്ശേരിയിലെ പമ്പിലെത്തുന്ന ADM സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്ത് കോട്ടയത്തേക്ക്. ദൃശ്യങ്ങളുടെ തെളിവ് സഹിതമായിരുന്നു വാർത്ത. സെപ്റ്റംബർ 19-ന് ADM നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. സെപ്റ്റംബർ 24-നും ADMനെ തേടി ഞങ്ങൾ ഇവിടെ എത്തി. കണ്ടത് സമാനമായ കാഴ്ചകൾ തന്നെ. പക്ഷേ ഈ തെളിവുകൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയാണ് കോട്ടയം ജില്ലാ കളക്ടർ PK ജയശ്രീ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ADMന് ക്ലീൻ ചിറ്റ്. ജിനു പുന്നൂസ് ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല എന്ന് കളക്ടർ സംശയമില്ലാതെ പറയുന്നു. പെട്രോൾ പമ്പുകൾക്ക് നിരാകരണ സർട്ടിഫിക്കറ്റ് നൽകാൻ ADM യാത്ര ചെയ്യാറുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് കളക്ടർ. ADMന്റെ 4 ദിവസത്തെ അനധികൃത യാത്രകളുടെ തെളിവുകളാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. പക്ഷേ ഈ തെളിവുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കളക്ടർ റിപ്പോർട്ട് നൽകി. കാരണം എന്താണ്? കാത്തിരുന്നു കാണാം. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കൊച്ചിയിലെ നാവിക
കമാൻഡും കപ്പൽശാലയും അതീവ സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ 10 പ്രധാന സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്നായാണ് പ്രദേശത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക രഹസ്യ നിയമം ഈ പ്രദേശങ്ങളിൽ ബാധകമായിരിക്കും. കർശന സുരക്ഷാ നിരീക്ഷണം വേണ്ട മേഖലകളുടെ പട്ടിക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തുവിട്ടത്. പൊതുജനങ്ങൾക്കും പ്രദേശത്ത് കർശന നിയന്ത്രണമുണ്ട്. ഈ മേഖലയിലെ പ്രവർത്തനത്തെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവരുന്നത് ശത്രു രാജ്യങ്ങൾക്ക് സഹായകമാകുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. കേരളത്തിന് പുറമെ തെലങ്കാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും സമാനമായ രീതിയിൽ സുരക്ഷാ മേഖലകളുണ്ട്. പാലായിൽ ശ്മശാനത്തെ ചൊല്ലി വീണ്ടും കേരള കോൺഗ്രസ് CPM പോരിന് കളമൊരുങ്ങുന്നു. പണി പൂർത്തിയാകാതെ ശ്മശാനം ഉദ്ഘാടനം ചെയ്ത ജോസ് കെ മാണിയുടെ നടപടിയിൽ നഗരസഭാ ചെയർപേഴ്സണും CPM പ്രതിനിധിയുമായ ജോസിൻ ബിനോ ക്ഷമ ചോദിച്ചു. ഇനി ഇങ്ങനെ ഒരു പ്രഹസനം ഉണ്ടാകില്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിനെ ഉന്നം വെച്ച് CPM അംഗം ബിനു പുളിക്കകണ്ടവും പറയുന്നു. CPM പ്രതിനിധി ബിനു പുളിക്കകണ്ടത്തെ ചെയർമാനാക്കാതെ കേരള കോൺഗ്രസ് എം നടത്തിയ നീക്കത്തിൽ പ്രാദേശിക CPM നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ട്. ഇതിന് പിന്നാലെയാണ് പുതിയ വിവാദത്തിന്റെ പിറവി. കേരള കോൺഗ്രസ് നേതൃത്വം നൽകിയ മുൻ ഭരണസമിതിക്ക് പരോക്ഷ വിമർശനവുമായാണ് CPM ചെയർപേഴ്സൺ ജോസിൻ ബിനോ രംഗത്ത് വന്നത്. പണി പൂർത്തിയാകാതെ ശ്മശാനം ഉദ്ഘാടനം ചെയ്തത് പ്രഹസനമെന്നാണ് ചെയർപേഴ്സൺ പറയുന്നത്. ശ്മശാനം ഉദ്ഘാടനം ചെയ്ത ജോസ് കെ മാണിക്ക് വേണ്ടിയും ചെയർപേഴ്സൺ മാപ്പ് ചോദിക്കുന്നു. പ്രവർത്തന സജ്ജമാക്കാത്ത മാസങ്ങൾക്ക് മുമ്പ് കൊട്ടിഘോഷിച്ച് ക്രമറ്റോറിയം ഉദ്ഘാടനം നടത്തിയതിൽ ഞാൻ ഉൾപ്പെടെ പ്രൊഫസർമാർക്ക് പങ്കുണ്ട്. പണിതീരാത്ത ഉദ്ഘാടന പ്രവർത്തനം നടത്തി എന്ന ആക്ഷേപ പ്രതിപക്ഷ ആരോപണത്തിൽ നിന്ന് വസ്തുത ഉണ്ടെന്ന് ഞാൻ തുറന്നു സമ്മതിക്കുന്നു. അതുപോലെ തന്നെ അറിയാതെയെങ്കിലും ക്രമറ്റോറിയം ഉദ്ഘാടനം നടത്തിയ രാജ്യസഭ നോമിനേറ്റ് MP ശ്രീ ജോസ് കെ മാണിക്ക് വേണ്ടി ഭരണകക്ഷി എന്ന നിലയിൽ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കരണ്ടില്ലായ്മ തൊട്ട് കുറവുകൾ നിരത്തിവെച്ചാണ് കേരള കോൺഗ്രസ് എം പ്രതിനിധി ചെയർമാനായ ഭരണസമിതിയെ CPM അംഗങ്ങൾ വിമർശിക്കുന്നത്. ഫലത്തിൽ സ്വന്തം വീഴ്ച എന്നുകൂടി ചേർത്തു പറഞ്ഞ് ജോസ് കെ മാണിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ചടങ്ങ് പ്രഹസനമായിരുന്നുവെന്ന് CPM പ്രതിനിധികൾ പറയുന്നു. അങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് മുമ്പ് അതിന്റെ മെറിറ്റിലേക്ക് കടക്കണമായിരുന്നു. അതുണ്ടാകാത്ത സാഹചര്യത്തിൽ അത് ചെയർപേഴ്സൺ പരസ്യമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അറിഞ്ഞോ അറിയാതെയാണെങ്കിലും അന്ന് ഉദ്ഘാടകനായി എത്തിയത് രാജ്യസഭാ MP ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവാണ്, നോമിനേറ്റഡ് MP ആണ് ജോസ് കെ മാണി. അദ്ദേഹത്തിന് വേണ്ടി കൂടി ഞങ്ങൾ മാപ്പി വയ്ക്കുക. കാരണം അദ്ദേഹം അറിഞ്ഞാണോ അറിയാതെയാണെന്ന് അറിയത്തില്ല. അദ്ദേഹവും ഈ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതിന്റെ തെറ്റുകൾ മനസ്സിലായി കാണത്തില്ല. പക്ഷെ ഞങ്ങളുടെ നേതാവ് എന്ന രീതിയിൽ, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേതാവ് എന്ന രീതിയിൽ അറിഞ്ഞോ അറിയാതെ അദ്ദേഹം ഇതിൽ പങ്കുവഹിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ മാപ്പി വഹിക്കുന്നത്. ഏതായാലും ബിനു പുളിക്കകണ്ടത്തെ ചൊല്ലി പ്രാദേശികമായുണ്ടായ CPM കേരള കോൺഗ്രസ് എം അകലം വീണ്ടും കൂടുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. പീലിംഗ് തൊഴിലാളികൾ സമരം കടുപ്പിച്ചതോടെ കേരളത്തിലെ ചെമ്മീൻ വിപണി കടുത്ത പ്രതിസന്ധിയിൽ. സമരം മൂലം ഏജന്റുമാർ എത്താതായതോടെ ഒരാഴ്ചയിലേറെ സമയമെടുത്തു പിടിച്ചുകൊണ്ടുവരുന്ന ടൺ കണക്കിന് ചെമ്മീൻ നശിപ്പിച്ചു കളയേണ്ട ഗതികേടിലാണ് മത്സ്യത്തൊഴിലാളികൾ. സമരം നീണ്ടാൽ വിദേശത്തേക്കുള്ള ചെമ്മീൻ കയറ്റുമതി പ്രതിസന്ധിയിലാകും. $3 മുതൽ 4 ലക്ഷം രൂപ വരെ മുടക്കി 7-8 ദിവസമെടുത്ത് 200 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച് പിടിച്ചുകൊണ്ടുവന്ന ചെമ്മീനാണിത്. കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചെമ്മീൻ വാങ്ങാൻ ആളില്ല. കയറ്റുമതിക്കാവശ്യമായ ചെമ്മീൻ തയ്യാറാക്കുന്ന പീലിംഗ് തൊഴിലാളികൾ കൂലി വർധന ആവശ്യപ്പെട്ട് സമരം ആരംഭിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ ആലപ്പുഴയിൽ നിന്ന് ചെമ്മീൻ വാങ്ങാൻ ഏജന്റുമാർ വരാതെയായി. മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനെ ഒരു പണിമുടക്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഈ മിനിമം ഒരാഴ്ചയെങ്കിലും മുന്നറിയിപ്പ് തന്നിട്ട് വേണം ഇത്തരത്തിലുള്ള ഈ സമരങ്ങൾ പ്രഖ്യാപിക്കാൻ. അല്ലാതെ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് ഈ ചരക്കെടുക്കത്തില്ല, ഈ ചെമ്മീൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യബന്ധന മേഖല തകർന്നു പോകത്തേ ഉള്ളൂ. ഇന്ന് കയറിയ ഇന്നും ഇന്നലെയും മെനഞ്ഞാന്ന് 3 ദിവസമായി കയറിയ എല്ലാ ബോട്ടുകൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. സമരം 4 ദിവസം പിന്നിട്ടതോടെ നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ പ്രതിസന്ധിയിലാണ്. ഒന്നുകിൽ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കണം, അല്ലെങ്കിൽ കടലിലൊഴുക്കിക്കളയണം. ഇതോടെ നഷ്ടം കൊണ്ട് നട്ടം തിരിയുകയാണ് ബോട്ടുടമകളും തൊഴിലാളികളും. അമ്പലപ്പുഴ
തോട്ടപ്പള്ളി ഭാഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് മെയിനായിട്ട് ഈ ചരക്കെടുക്കുന്നത്. അവിടെ തൊഴിലാളികൾ ശമ്പളം കൂട്ടിക്കിട്ടണം, അല്ലെങ്കിൽ അവരുടെ വേതനം കൂട്ടിക്കിട്ടണം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഒരു മിന്നൽ പണിമുടക്ക് നടത്തി ഈ മേഖലയെ തകർക്കുന്ന ഒരു രീതിയിലുള്ള ഒരു നടപടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് പണിക്ക് പോയി കൊണ്ടത് കച്ചവടം ഇല്ലാതെ പുറത്ത് കളയുണ്ട്, ഒരു കാശ് കിട്ടുന്നില്ല, എല്ലാം വേസ്റ്റായി പോയി. എല്ലാം പ്രധാനമായും രണ്ടാവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും സമരത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കണം. നിലവിൽ നടക്കുന്ന സമരം സർക്കാർ ഇടപെട്ട് അടിയന്തരമായി പരിഹരിക്കണം. അല്ലാത്ത പക്ഷം കയറ്റുമതിക്കാവശ്യമായ 90% ചെമ്മീനെത്തുന്ന നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകളുടെ പ്രവർത്തനം നിലച്ചുപോകും. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ശിവരാത്രി പുണ്യം. അട്ടേപ്പാടി ദേവ മല്ലീസിര നിന്നെ പാക നാമു വന്ദേ മിസ്പിര. അട്ടേപ്പാടി ദേവ മല്ലീസിര നിന്നെ പാക നാമു വന്ദേ മിസ്പിര. മലക്കുമേലെ ഇരുക മല്ലീസിര നിത്യ സന്നിധാനത്തിക്ക് വന്ദേ മിസ്പിര. മല്ലീസിര ദേവ മല്ലീസിര എമ്മേനി കണു തുറന്നു പാരു മിസ്പിര. എമ്മേനി കണു തുറന്നു പാരു മിസ്പിര. വാരു சக்தியேழு நாடு விருதாமிருந்து வாரு சக்தியேழு நாடு விருதாமிருந்து நித்து சன்னிதானத்துக்கு வந்து மிஸ்பிரா. மல்லீசிரா தேவ மல்லீசிரா எம்மெனி கணு துறந்து பாரு மிஸ்பிரா. எம்மெனி கணு துறந்து பாரு மிஸ்பிரா. எம்மெல்ல கவங்கத்து இருப்பவனே நினக்காக சிவராத்திரி ரொக்கு கடுகேமு. மல்லீசிரா தேவ மல்லீசிரா எம்மெனி கணு துறந்து பாரு மிஸ்பிரா. ഇന്ന് മഹാശിവരാത്രി. സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടക്കുകയാണ്. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ആഴിമല ക്ഷേത്രം, കോഴിക്കോട് തളി ശിവക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, തൃശൂർ വടക്കംനാഥ ക്ഷേത്രം തുടങ്ങി പ്രധാന ശിവക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണ ചടങ്ങുകൾ തുടരുകയാണ്. അട്ടപ്പാടി മല്ലീശ്വരൻ മുടിയിൽ വിളക്ക് തെളിയിക്കുന്നതിനായി മലപൂജാരികൾ മല കയറി. അബ്ബന്നൂർ ഊരിലെ ചന്ദ്രൻ, രാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് മല കയറിയത്. 7 മണിയോടെ മലമുകളിൽ വിളക്ക് തെളിയും. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. 1 മണിയോടുകൂടിയാണ് മലപൂജാരിമാർ വിളക്ക് തെളിയിക്കുന്നതിനായി മല്ലീശ്വരം മുടിയിലേക്ക് പോയിട്ടുള്ളത്. അബ്ബണ്ണൂർ ആദിവാസി ഊരിലെ ചന്ദ്രൻ, രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള 116 മലപൂജാരിമാരാണ് ഈ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മല ചവിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 1 മാസത്തോളമായി ഇവരെല്ലാം തന്നെ വ്രതാനുഷ്ഠാനങ്ങളിലായിരുന്നു. കഴിഞ്ഞ 7 ദിവസം കഠിന വ്രതത്തിലും മഞ്ഞളിന്റെ നീരും അതോടൊപ്പം തന്നെ 1 നേരം ഭക്ഷണം തുടങ്ങിയ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ ഈ മലപൂജാരിമാരെ യാത്രയാക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ മല്ലീശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം ഭവാനിപ്പുഴയുടെ തീരത്ത് നടന്ന ചടങ്ങിൽ ഈ മുളം തണ്ടുകൾ ഏന്തിയാണ് മലപൂജാരിമാർ മല കയറുക. തിരിച്ചു വരുമ്പോൾ ഈ മുളം തണ്ടുകളിൽ തീർത്ഥജലവും മല്ലീശ്വരൻ മുടിയിലെ തീർത്ഥകുളത്തിൽ നിന്ന് ശേഖരിച്ച തീർത്ഥജലവുമായി മല ഇറങ്ങി വരും. ഈ മുളം തണ്ടിൽ ആളുകൾ അവരുടെ വഴിപാടുകളും അതോടൊപ്പം തന്നെ കാണിക്കുകയും അർപ്പിച്ചു. പാലഭിഷേകം നടത്തുന്നതിനുള്ള പാലും നെയ്യുമെല്ലാം മുളം തണ്ടുകളിൽ ശേഖരിച്ചാണ് പൂജാരിമാർ മല കയറിയിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് തിരി കൊണ്ട്, അതായത് ചെമ്മണ്ണൂർ ക്ഷേത്രത്തിലെ പ്രധാന ക്ഷേത്രത്തിലാണ് ഈ തിരി, അവിടെ വെച്ചാണ് തിരി മലപൂജാരിമാർക്ക് തിരി കൈമാറുക. ആദ്യകാലങ്ങളിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്നു ഈ തിരി എത്തിച്ച് നൽകിയിരുന്നത്. പിന്നീട് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ജന്മി കൂടിയായിരുന്ന മൂപ്പിൽ നായർ മണ്ണാർക്കാട് കുടുംബത്തിൽ നിന്നും തിരി എത്തിച്ച് നൽകി. ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ഈയുടെ അമ്പലത്തിൽ വെച്ച് പൂജാരിമാർക്ക് തിരി കൈമാറിയിട്ടുണ്ട്. എന്തായാലും ആളുകളെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. 6 അടിയോടുകൂടി മല്ലീശ്വരൻ വിളക്ക് തെളിയും. ശിവരാത്രി ദിവസമുള്ള മല്ലീശ്വരൻ
വിളക്ക് തെളിയും എന്ന പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. 6:30-ക്കും 7 മണിക്കും ഇടയിലാണ് വിളക്ക് തെളിയുക. നമ്മൾക്ക് മല്ലീശ്വരൻമുടിയിൽ അട്ടപ്പാടിയിലെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് മല്ലീശ്വരൻമുടി. അവിടെ എത്തി ഏറെക്കുറെ 4000 അടിയോളം ഉയരമുള്ള മലയിൽ കയറി പൂജാരിമാർ 1 മണിക്കാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും മലയിലേക്ക് കയറിയിട്ടുള്ളത്. 7 മണിക്കകം തന്നെ വിളക്ക് തെളിയിച്ച് നാളെ ഉച്ചയോടുകൂടി മല്ലീശ്വരത്തേക്ക് തിരിച്ചു വരും. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് വന്നിട്ടുള്ള ആളുകളിൽ ഇരട്ടിയിലധികം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഈ തീർത്ഥജലം വാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ ഫലപൂജാരിമാരെ കണ്ട് അനുഗ്രഹം തേടുന്നതിനുമായി ആയിരക്കണക്കിന് ആളുകൾ നാളെ എത്തും. അട്ടപ്പാടിയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോത്രോത്സവമാണ് അട്ടപ്പാടിയിലെ മല്ലീശ്വരം വിളക്ക്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ മലപൂജാരിമാർ മല കയറിയിട്ടുണ്ട്. അവർ 7 മണിയോടുകൂടി മല്ലീശ്വരൻ വിളക്ക് തെളിയും. അതിനുവേണ്ടി അതിന് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിലുള്ള മഹാദേവർമൺ ശിവക്ഷേത്രത്തിലെ കിണർ അത്ഭുതമാകുന്നു. ശിവരാത്രി നാളിൽ കിണറ്റിലെ വെള്ളത്തിലുണ്ടാകുന്ന മാറ്റമാണ് ജനങ്ങളിൽ അത്ഭുതമുണ്ടാക്കുന്നത്. കാനന മധ്യത്തിലാണ് മഹാദേവർമൺ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറച്ചുകാലം മുമ്പ് വരെ നിബിഡ വനപ്രദേശമായിരുന്ന ഇവിടം വന്യമൃഗങ്ങളുടെ താവളവുമായിരുന്നു. പുരാവസ്തു വകുപ്പ് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിന് 3000 വർഷത്തെ പഴക്കമാണ് കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ കിണറിലെ വെള്ളത്തിൽ ശിവരാത്രി ദിവസമുണ്ടാകുന്ന നിറം മാറ്റമാണ് അത്ഭുതമാകുന്നത്. ക്ഷേത്രം കണ്ടെത്തിയ കാലം മുതൽ ഇങ്ങനെയാണെന്ന് വിശ്വാസികൾ പറയുന്നു. 45 വർഷമായി ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായി ജോലി ചെയ്യുന്ന ഗോപാലകൃഷ്ണപിള്ള ഇത് ശരിവയ്ക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പണ്ട് കാലം മുതലേ ഇവിടെ ഒരു പ്രത്യേക വിശേഷമുണ്ട്. അത് നമ്മുടെ ഈ ഇവിടുത്തെ തീർത്ഥക്കിണറാണ്. ഈ തീർത്ഥക്കിണറിലെ വെള്ളം ശിവരാത്രി ദിവസം പകൽ 12 മണി മുതൽ രാത്രി 12 മണി വരെ ആ വെള്ളത്തിന് ചെറിയൊരു കളർ വ്യത്യാസം വരികയും ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് ഒരു ചെറിയ കയ്പും, ആ വെള്ളം എടുത്ത് നൈവേദ്യം ഭഗവാന് വെച്ചാൽ ആ ചോറ് പായസം ഇതെല്ലാം നീല കളറിലും വരുന്നുണ്ട്. അത് പണ്ട് കാലം മുതലേ ഇവിടെ നടന്നു വരുന്നതാണ്. ഇതുവരെയും അതിനൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ശിവരാത്രി ദിവസം ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെ കിണറ്റിലെ വെള്ളത്തിന് നീല നിറമായിരിക്കുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ആ വെള്ളം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നിവേദ്യ ചോറിന് നിറവ്യത്യാസമുണ്ടാകുമെന്നും അനുഭവസ്ഥർ പറയുന്നു. എല്ലാവരും പറയുന്ന പോലെ തന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു മഹാത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രക്കിണറിൻ്റെ. ദേവപ്രശ്നം പോലും വെച്ചിട്ട് തെളിയാത്ത വിധിയാണ് ഈ ക്ഷേത്രക്കിണറിൻ്റെ. അതിപ്പോൾ എന്ത് അത്ഭുതമാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ശിവരാത്രി ദിവസം മാത്രമേ ആ ക്ഷേത്രത്തിന് ആ ഒരു കയ്പ് വരുള്ളൂ. കയ്പും ശരീരത്തിലെ ക്ഷീണങ്ങൾ ഏകദേശം കുറേ മാറുകയും ചെയ്യും. എൻ്റെ അനുഭവമാണ്. ഇനി പൊതുവെ എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ കുടിച്ചു കഴിഞ്ഞാൽ നല്ല കയ്പും അതേ ദിവസം ആ വെള്ളത്തിന് എന്തോ ഒരു പ്രത്യേക പവറുള്ളതാണൊക്കെ എല്ലാവരും പറയുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലെ വെള്ളം കുടിക്കാൻ വേണ്ടി തന്നെ ഇവിടെ വരാറുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാനിവിടെ ഉള്ളതാണ്. പിന്നെ ഈ അമ്പലം പഴയ കാലത്തെ ഒരുമാതിരിപ്പെട്ട കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന സമയത്തെ എനിക്കറിയാവുന്നതാണ്. അന്ന് മുതലേ ഈ കിണറിനകത്തുള്ള വെള്ളത്തിന് ഇതിന് മാറ്റങ്ങളും ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അന്നുകൊണ്ട് കയ്പൊക്കെ. രാത്രി 12 മണി കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം പഴയ നിലയിലേക്ക് ആവുകയും ചെയ്യുമെന്നാണ് ക്ഷേത്രത്തിലെത്തുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ന്യൂസ് 18 പുനലൂർ. ജീവനക്കാരുടെ പ്രതിഷേധം വകവയ്ക്കാതെ ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള തീരുമാനവുമായി KSRTC മാനേജ്മെന്റ്. ഫെബ്രുവരി മാസത്തെ ശമ്പളം പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുക. ആദ്യ ഗഡുവായി 65% ശമ്പളം വിതരണം ചെയ്യും. ബാക്കി ശമ്പളം സർക്കാർ സഹായം ലഭിച്ച ശേഷം വിതരണം ചെയ്യും. ആദിവാസി യുവാവ് വിശ്വനാഥനുമായി അവസാന മണിക്കൂറുകളിൽ സംസാരിച്ചവരെ ചോദ്യം ചെയ്ത് പോലീസ്. ചിലർ മോഷണക്കുറ്റം ആരോപിച്ചതിന്റെ പ്രയാസത്തിലായിരുന്നു വിശ്വനാഥനെന്ന് മൊഴി നൽകി. സംഭവ ദിവസം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലുണ്ടായിരുന്ന മുഴുവൻ കൂട്ടിരിപ്പുകാരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. വിശ്വനാഥൻ മരിച്ച രാത്രിയിൽ നടന്ന സംഭവങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയായിരുന്നു. ഇതിൽ 2 പേർ അവസാന മണിക്കൂറുകളിൽ വിശ്വനാഥനുമായി സംസാരിച്ചവരാണ്. രോഗികളുടെ കൂട്ടിരിപ്പുകാരായിരുന്നു ഇവരെല്ലാം. മോഷണം നടത്തിയതായി ചിലർ പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് വിശ്വനാഥൻ പറഞ്ഞെന്നാണ് 6 പേരുടെയും മൊഴി. വിശ്വനാഥനെ ആശ്വസിപ്പിക്കുകയും ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുകയും ചെയ്തെന്ന് മൊഴിയിൽ പറയുന്നു. ഇതിനു മുൻപ് നടന്ന കാര്യങ്ങൾ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കള്ളനെന്നാരോപിച്ച് ആൾക്കൂട്ടം വിശ്വനാഥനെ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തതാവാമെന്നുമാണ് പ്രാഥമിക നിഗമനം. എന്നാൽ മോഷണം നടന്നതായി ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല. ആൾക്കൂട്ടമർദ്ദനമെന്ന ആരോപണം തെളിയിക്കാൻ കഴിയുന്ന CCTV ദൃശ്യങ്ങളും ഇല്ല. സംഭവ ദിവസം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ആകെ 450 കൂട്ടിരിപ്പുകാരാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ എല്ലാം വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.
വയനാട്ടിലെ ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണത്തിൽ പ്രതികരിക്കാതെ മുഖ്യധാര എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും. പ്രതികരിക്കേണ്ട വേദിയിൽ പ്രതികരിക്കുമെന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിന് വന്ന ഭാര്യയ്ക്ക് കൂട്ടിരിക്കാനെത്തിയ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്തത് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു. മോഷണം ആരോപിച്ച് ആൾക്കൂട്ട വിചാരണ നടന്നതിന് പിന്നാലെയാണ് വയനാട് കൽപ്പറ്റ സ്വദേശി വിശ്വനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ. ആൾക്കൂട്ടത്തിനടുത്ത് വിശ്വനാഥൻ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്നാൽ വിശ്വനാഥന്റെ മരണത്തിൽ മുഖ്യധാര എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും മൗനത്തിലാണ്. അട്ടപ്പാടി മധുവിന്റെ മരണത്തിൽ തുടക്കത്തിൽ കാണിച്ച അതേ നിശബ്ദത. വിശ്വനാഥന്റെ മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എം മുകുന്ദന്റെ പ്രതികരണം ഇങ്ങനെ: അല്ല, അത് നമുക്ക് ഇവിടെ ഇതുപോലെ വിഷയം ചർച്ച എനിക്ക് മടിയുണ്ട്. കാരണം നമ്മൾ ഈ പുരസ്കാരം അനൗൺസ് ചെയ്യാനും അതിൽ നിൽക്കണം. മറ്റ് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാറില്ല. അത് പറ്റിയത് അവസരം ഇവിടെ അതുപോലെ തന്നെ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അത് വേണമെങ്കിൽ മറ്റൊരവസരത്തിൽ സംസാരിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാൻ പോലും പ്രമുഖരായ പല എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഇതുവരെയും തയ്യാറായിട്ടില്ല. ചില ദളിത് ആദിവാസി സംഘടനകളുടെ ഒറ്റപ്പെട്ട ശബ്ദം മാത്രമാണ് ഇക്കാര്യത്തിലുണ്ടാകുന്നത്. എസ് വിനേഷ് കുമാർ, News 18, കോഴിക്കോട്. ആലുവ ദേശത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. കളമശ്ശേരി നഗരസഭാ ഓവർസിയർ ഷൈജുവിന്റെ മകൾ ആർദ്ര ആണ് മരിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുഹൃത്തിനെ യാത്രയാക്കി മടങ്ങും വഴിയായിരുന്നു അപകടം. മകളുടെയും ഭർത്താവിന്റെയും ദുരൂഹ മരണത്തിൽ നീതി തേടി വീട്ടമ്മയുടെ ഒരു പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പ്. പോലീസിനെ സമീപിച്ചു. കളക്ടർക്കും മുഖ്യമന്ത്രിക്കും വരെ പരാതി നൽകി. പക്ഷേ ഫലമുണ്ടായില്ല. കോതമംഗലം നേര്യമംഗലം സ്വദേശിനി പ്രഭയാണ് 2012 നടന്ന 2 മരണങ്ങളിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. 10 വർഷം ഉള്ളിൽ ഒളിപ്പിച്ച രഹസ്യങ്ങളും ഭയം കാരണം പുറത്തു പറയാതിരുന്ന കാര്യങ്ങളും പ്രഭ വെളിപ്പെടുത്തുകയാണ്. News 18 എക്സ്ക്ലൂസീവ്. കോതമംഗലം നേര്യമംഗലം സ്വദേശിനി പ്രഭയുടെ ദുരിതകഥ തുടങ്ങുന്നത് 2009-ലാണ്. 9 വയസ്സുള്ള മൂത്ത മകൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി പെരിയാറിന്റെ തീരത്ത് വെച്ച് ബലാത്സംഗത്തിനിരയായി. ഇളയ സഹോദരങ്ങളെ ഇല്ലിവടി വെച്ച് അടിച്ചോടിച്ചാണ് അയൽവാസിയായ രാജൻ ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. ആ കേസിൽ രാജനെ കോടതി 10 വർഷം തടവിന് വിധിച്ചു. സംഭവത്തിന് ശേഷം പീഡനത്തിനിരയായ മകളെ കാക്കനാട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. അവിടെ ഉണ്ടായ അനുഭവം ഒരു 9-കാരിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവിടെയുള്ള ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോൾക്ക് 9 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോള് മരണപ്പെട്ട് കണ്ടുകിട്ടിയത്. എൻ്റെ കൊച്ച് അത്രയും മെച്ചുവറായിട്ട് സംസാരിക്കണമെങ്കിൽ അവൾ അത്രമേൽ അവളവിടെ സഹിച്ചിട്ടുണ്ടാവണം. പരാതികൾക്ക് ശേഷം മകളെ കാക്കനാട് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കോതമംഗലത്തെ ഒരു അഗതി മന്ദിരത്തിലേക്ക് മാറ്റി. അതിനിടെ പ്രഭയുടെ ഭർത്താവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. വീട്ടിലെ ഒരു മാങ്ങ പറിച്ചു തരാൻ പറഞ്ഞാൽ പോലും ഒരു മരത്തെ കയറുകയില്ല. അങ്ങനെ ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഒരാൾ മരത്തിന് മുകളിലാണ് കിടന്ന പൊടി. ആ കാര്യത്തിലും എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അന്നേരം ഈ പ്രതിയൊക്കെ പരോളിൽ ഇറങ്ങി നടക്കുന്ന സമയമാണ്. ഭർത്താവ് മരിച്ച് 4 മാസത്തിനു ശേഷം 2012 ഒക്ടോബറിൽ മകളും ജീവനൊടുക്കി. ചില ഉദ്യോഗസ്ഥർ ശല്യപ്പെടുത്തിയിരുന്നതായും തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും പലതവണ മകൾ ഈ അമ്മയോട് പരാതിപ്പെട്ടിരുന്നു. അവള് എന്നോട് പല പ്രാവശ്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, അമ്മന്ന് എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, ഞാൻ ജീവിക്കില്ലെന്ന്. ഈ 8-9 വയസ്സുള്ള ഈ കൊച്ചിങ്ങനെ പറയാനായിട്ട് എന്താ കാരണം എന്ന് ഞാൻ അന്നു മുതൽ ചിന്തിക്കുന്നൊരു കേസാണ്. അവിടെ ഉദ്യോഗസ്ഥർ ഓരോരുത്തരും വരുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ സെക്സ്വലി അവർക്ക് കാഴ്ചവെക്കുന്നു. ഭർത്താവിന്റെയും മകളുടെയും മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രഭ വർഷങ്ങളോളം പോരാട്ടം നടത്തി. പോലീസിനെ പലതവണ സമീപിച്ചു. മുഖ്യമന്ത്രിക്കും കളക്ടർക്കും SP-ക്കും പരാതി നൽകിയെങ്കിലും അന്വേഷണം നടന്നില്ല. സഹായിക്കാൻ പോലും ആരുമുണ്ടായില്ല. അതിനിടെ രോഗങ്ങൾ തളർത്തി. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഈ അമ്മ ജീവിക്കുന്നത് ഇളയ 2 മക്കൾക്കു വേണ്ടിയാണ്. ഇപ്പോൾ അങ്കമാലിയിൽ സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് താമസം. സാമ്പത്തികം ഇല്ലാണ്ട് ചില സമയം ഞങ്ങൾ ഒത്തിരി കറങ്ങുന്നുണ്ട്, ഞങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലരോടും കൈനീട്ടി തെണ്ടുന്നുണ്ട് ഞാൻ.
അതിൻ്റെ കൂടെ ഈ കാല് വീണ് ഒടിഞ്ഞുകൊണ്ട് ഇതുണ്ട്, കാലിന് ബാലൻസ് ഇല്ല. അപ്പോൾ പിന്നെ കൂലിപ്പണിക്ക് പോകാൻ പറ്റുമോ? പറക്കമുറ്റാത്ത 2 കുരുന്നുകളുമായി ഭയത്തോടെയാണ് ഈ വീട്ടമ്മ കഴിഞ്ഞ 10 വർഷം ജീവിച്ചത്. സഹായത്തിന് ആരുമില്ല, നിയമ പോരാട്ടത്തിനുള്ള ശേഷിയുമില്ല. തൻ്റെ മകളുടെയും ഭർത്താവിൻ്റെയും മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണം. 2 കേസിലും പുനരന്വേഷണം വേണമെന്നാണ് ഈ വീട്ടമ്മയുടെ ആവശ്യം. ക്യാമറമാൻ മനോജിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി. 49ാമത് GST കൌൺസിൽ യോഗം ചേരുകയാണ്. പാൻ മസാല, ഗുഡ്ക എന്നിവയിലെ നികുതി വെട്ടിപ്പ് തടയുന്നത് സംബന്ധിച്ച മന്ത്രിതല റിപ്പോർട്ടാണ് ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. GSTയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് പ്രത്യേക ട്രൈബ്യൂണൽ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടക്കും. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. GST നഷ്ടപരിഹാര കാലാവധി നീട്ടണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. GST കൌൺസിലിൽ ഇക്കാര്യം ശക്തമായി ഉന്നയിക്കുമെന്നും യോഗത്തിന് മുന്നോടിയായി മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലല്ല, ലോകത്താകെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലോകമാകെ നേരിടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കോവിഡാണ്. ആ കോവിഡിന്റെ പ്രശ്നം കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. അത് കാരണം വരുമാനം വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് സവിശേഷമായ ഒരു സ്ഥിതിയാണല്ലോ, പ്രളയം പോലെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. അതിന്റെ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് നീട്ടിത്തരണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് നമ്മൾ ഉന്നയിക്കും. അത് കഴിഞ്ഞ കൗൺസിലുകളിലൊക്കെ ഉന്നയിച്ചെങ്കിലും അത് നീട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. നമുക്ക് ഇത് നീട്ടിക്കിട്ടുക എന്നുള്ളത് തന്നെയാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് യഥാർത്ഥ ശിവസേന എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ ഉദ്ധവ് താക്കറെ വിഭാഗം സുപ്രീം കോടതിയിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ കൊലപാതകമെന്നാണ് ഉദ്ധവ് താക്കറെ വിമർശിച്ചത്. കമ്മീഷൻ കേന്ദ്ര സർക്കാരുമായി ഒത്തുകളിക്കുകയാണെന്നും ഉദ്ധവ് വിമർശിച്ചു. ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ധവ് താക്കറെ നേതാക്കളുടെ യോഗം വിളിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ചീറ്റപ്പുലികളെ മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് മാറ്റി. ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ മാസ്റ്റർ കാർഗോ വിമാനത്തിലാണ് 7 ആൺ ഇനത്തിലും 5 പെൺ ഇനത്തിൽപ്പെട്ട ചീറ്റകളെ എത്തിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നമീബിയയിൽ നിന്ന് 8 ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. പുതുതായി എത്തിക്കുന്ന പുലികളെ നേരത്തെ എത്തിച്ചവയ്ക്ക് ഒപ്പം തന്നെയാണ് പാർപ്പിക്കുന്നത്. ഇന്ത്യയിലുണ്ടായിരുന്ന അവസാന ചീറ്റ 1947 ചത്തതിനെ തുടർന്ന് 1952 ഈ ഇനത്തെ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. സ്പോർട്സ്. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ പ്രതിരോധത്തിൽ. ഒന്നാം ഇന്നിംഗ്സിൽ 263 റൺസെടുത്ത ഓസ്ട്രേലിയക്കെതിരെ 7 വിക്കറ്റിന് 151 റൺസ് എന്ന നിലയിൽ പരുങ്ങുകയാണ് ടീം ഇന്ത്യ. വിരാട് കോഹ്ലി 44 റൺസെടുത്തും രോഹിത് ശർമ്മ 32 റൺസെടുത്തും പുറത്തായി. 100ാം ടെസ്റ്റ് മത്സരത്തിനിറങ്ങിയ ചേതേശ്വർ പുജാരയ്ക്ക് സ്കോർ ചെയ്യാനായില്ല. നാഥൻ ലിയോൺ 5 വിക്കറ്റ് വീഴ്ത്തി. 2020 വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പാകിസ്ഥാനെയും വെസ്റ്റ് ഇൻഡീസിനെയും തോൽപ്പിച്ച ഇന്ത്യയ്ക്ക് അനായാസമാകില്ല ഇംഗ്ലണ്ടിനെതിരായ മത്സരം. 2020 ലോകകപ്പിൽ 5 തവണ ഇംഗ്ലണ്ടിനെ നേരിട്ട ഇന്ത്യയ്ക്ക് ഒരു തവണ പോലും ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 മത്സരം. സംസ്ഥാനത്തെ മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായി ഏർപ്പെടുത്തിയ സ്വരാജ് പുരസ്കാരത്തിൽ ക്രമക്കേടെന്ന് പരാതി. പദ്ധതി വിനിയോഗത്തിലടക്കം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എറണാകുളത്തെ ഒഴിവാക്കി കൊല്ലത്തെ മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുത്തതിലാണ് പരാതി. സർക്കാർ തീരുമാനത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകളടക്കമുള്ള ഇടതു നേതാക്കളും രംഗത്തെത്തി. പദ്ധതി വിനിയോഗമടക്കം തദ്ദേശ ഭരണ വകുപ്പ് മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡങ്ങളിലും 1ാം സ്ഥാനത്തെത്തിയ കൊല്ലത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എറണാകുളമാണെന്നാണ് ഭരണസമിതിയുടെ അവകാശവാദം. മൂല്യനിർണ്ണയത്തെക്കുറിച്ച് അധികൃതരോട് വിശദീകരണം തേടിയെങ്കിലും പ്രതികരണമുണ്ടായില്ല. രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാൽ അവാർഡ് വീതിച്ചു നൽകുകയാണെന്നും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു കണക്ക് ഞങ്ങളെടുത്ത് പരിശോധിച്ച് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇന്ന് ഈ പറയുന്ന സ്വരാജ് ട്രോഫിക്ക് അവാർഡിന് അർഹമായ കൊടുത്തിട്ടുള്ള 1ാം സ്ഥാനം കൊടുത്തിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന് ഈ അവാർഡിന് പോലും അപേക്ഷിക്കുവാൻ അർഹതയില്ലാത്ത ഒരു പഞ്ചായത്തിനാണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് പിന്തുണയുമായി മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകളും CPI പ്രതിനിധിയുമായ ശാരദാ മോഹൻ രംഗത്തെത്തി. അവാർഡ് നിർണ്ണയം പുനഃപരിശോധിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കിട്ടിയെന്ന് പറയുന്ന ജില്ലയെക്കാളും കൂടുതൽ എക്സ്പെൻഡിച്ചർ നമ്മളുടെ ജില്ല ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എറണാകുളം ജില്ലയ്ക്ക് ആ പൊസിഷൻ വരാത്തത് എന്നുള്ളൊരു ചോദ്യം. അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടൊന്നും നമ്മൾ എതിർത്തോ ഒന്നും പറയുന്നില്ല.
ഇതിൻ്റെ ഉന്നത കമ്മിറ്റികളുണ്ടല്ലോ, എന്താണെങ്കിലും ഇതിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം വെച്ച് കൃത്യമായി അതിനുള്ള ഒരു പഠിത്തം പഠിച്ച് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്ത് നടത്തേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ കേരളത്തിലെ മൊത്തം ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും മുനിസിപ്പാലിറ്റികളുടെ ആണെങ്കിലും എല്ലാം. അവാർഡ് നിർണയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും ഗവർണർക്കും പരാതി നൽകിയ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. പണമില്ലെന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥിക്കും വിനോദയാത്ര പോകാൻ കഴിയാതെ മാറി നിൽക്കേണ്ടി വരില്ല. പണം അടച്ചവരെന്നോ അടയ്ക്കാത്തവരെന്നോ ഭേദമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിനോദയാത്ര പോകാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് കോഴിക്കോട് ഓമശ്ശേരി പുത്തൂർ ഗവൺമെന്റ് UP സ്കൂൾ. മാതൃകാപരമായി നടത്തിയ ഈ വിനോദയാത്രയുടെ വിശേഷങ്ങൾ കാണാം ഇനി. അഞ്ചു വർഷമായിട്ടും ഒരു തവണ പോലും വിനോദയാത്ര പോകാത്ത നിരവധി വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ അധ്യാപകരും രക്ഷിതാക്കളും വ്യത്യസ്തമായ ഒരു ആലോചന നടത്തി. എല്ലാവരെയും പങ്കെടുപ്പിച്ച് വേണം വിനോദയാത്ര. പണമടയ്ക്കാൻ കഴിയുന്നവരിൽ നിന്ന് പണം വാങ്ങി മറ്റു കുട്ടികളുടെ ചിലവ് വഹിക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തി. അങ്ങനെ കോഴിക്കോട് ഓമശ്ശേരി പുത്തൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 467 വിദ്യാർത്ഥികളും 25 രക്ഷിതാക്കളും ഉൾപ്പെടെ 517 പേർ വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അബ്ദുൾ നാസർ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ഓമശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ സന്ദർശനം നടത്തിയ സംഘം തുടർന്ന് ട്രെയിനിൽ കാപ്പാടെത്തി. കാപ്പാട്ടെ കാഴ്ചകൾ കാണുക മാത്രമല്ല, ബീച്ച് ശുചീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി പുത്തൂർ ഗവൺമെൻറ് UP സ്കൂൾ നടത്തിയ പഠനയാത്രകളിലൊന്നും പങ്കെടുക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ പ്രേരിപ്പിച്ചത്. ആദ്യമായി വിനോദയാത്രയ്ക്ക് പോകുന്നതിന്റെ സന്തോഷവും കുട്ടികൾ പങ്കുവച്ചു. ഞാനിതുവരെ ഏറ്റവും ഒരു സ്കൂളിലും പഠനയാത്ര പോയിട്ടില്ല. പുത്തൂർ സ്കൂളിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. വിദ്യാർത്ഥികൾക്കായി സ്കൂൾ മാതൃകാപരമായി ഒരുക്കിയ വിനോദയാത്ര നാടിന്റെ ആകെ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ യാത്രയാക്കാൻ കൊടുവള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ, പ്രസിഡന്റ് PV സാദിഖ്, പ്രധാന അധ്യാപകൻ PA ഹുസൈൻ, SMC ചെയർമാൻ PV മൂസ തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൃഷിയുടെ പാഠങ്ങൾ പകർന്നു നൽകി മണ്ണിലേക്കിറക്കി അധ്യാപകർ. മലപ്പുറം വളാഞ്ചേരി പുറമണ്ണൂർ വെങ്ങാടിലെ VKM സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കൃഷിയിലേക്കിറങ്ങിയത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്കായുള്ള പച്ചക്കറികളുടെ കൃഷിയാണ് ഇവർ ആരംഭിച്ചിരിക്കുന്നത്. 110 വിദ്യാർത്ഥികളാണ് വെങ്ങാട് VKM സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നത്. കലാ കായിക മേഖലയിൽ എന്ന പോലെ കൃഷിയിലും ഇവരെ പ്രാപ്തരാക്കുകയാണ് അധ്യാപകരുടെ ലക്ഷ്യം. നിരന്തരമായ പരിശീലനത്തിലൂടെ 20ഓളം വിദ്യാർത്ഥികളാണ് കൃഷിയിൽ താൽപ്പര്യം കാണിച്ച് മുന്നോട്ട് വന്നത്. ഇവരെ നേരിട്ട് മണ്ണിലിറക്കാതെ ആദ്യം ചെറിയ രീതിയിൽ ചെടികൾ നടുന്ന രീതി മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷമാണ് ഉപകരണങ്ങൾ നൽകി കൃഷിയിടത്തിലേക്ക് ഇറക്കിയത്. പ്രാക്ടിക്കലായിട്ട് ഒരു 11 മണി വരെ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സാണ് കൊടുക്കൽ. കൃഷി ആയുധങ്ങൾ ഉപയോഗിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ആണ് ഇവർക്ക് ആദ്യം നമ്മൾ ഡെമോ കാണിച്ചു കൊടുക്കണം. അത് അവരെ കൊണ്ട് നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് അവർക്ക് ഓരോ കൃഷി രീതികൾക്കും പലതരത്തിലുള്ള തടങ്ങളും മണ്ണെടുക്കൽ, അങ്ങനെ നടല് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. 1.5 ഏക്കർ സ്ഥലത്ത് ചേന, ചേമ്പ്, മഞ്ഞൾ, ചീര, കപ്പ, വഴുതനം, വെണ്ട തുടങ്ങിയവയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറികൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്കുള്ളതാണ്. ഇതിനു പുറമെ ആവശ്യക്കാർക്കും പച്ചക്കറികൾ നൽകും. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് രാവിലെ പ്രാക്ടിക്കലായും പിന്നീടുള്ള സമയം തിയറിയുമായാണ് കൃഷിയുടെ പാഠങ്ങൾ നൽകുന്നത്. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടു കൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇവർക്ക് എന്താണോ താല്പര്യം, കൃഷിയിലേക്ക് താല്പര്യമുള്ള കുട്ടികളെ കൃഷിയിടങ്ങളിലേക്ക് ഇറക്കി അവരുടെ ഒപ്പം നിന്ന് ഇതിൻ്റെ ആളുകൾ, അധ്യാപകർ, ഈ ശ്രീനിദാസ് അടക്കമുള്ള ഡയറക്ടർ അവരൊപ്പം നിന്ന് അവർക്ക് കഴിയണ കൃഷി എന്താണോ, അവർക്കിപ്പോൾ ചേമ്പ് നടാൻ അറിയണവർക്ക് ചേമ്പ് നടാൻ, അതും നല്ല തണലത്ത് വെച്ച് നിന്നിട്ടുള്ള പരിപാടികളാണ്. എന്തായാലും ഇത്തരം പരിപാടികൾ നമ്മളെ കുട്ടികൾക്കും നല്ല പ്രചോദനമാണ്. കൃഷിയിടം ഒരുക്കുന്നതിനും കൃഷിക്കും രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രോത്സവത്തിനൊരു പ്രത്യേകതയുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ഉത്സവം. തൃച്ചംബരം ക്ഷേത്രോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ശമ്പര മഹർഷി
ഭഗവത് വിലാസങ്ങൾ കാണാൻ തപസ്സനുഷ്ഠിച്ച വനഭൂമിയായിരുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്നാണ് വിശ്വാസം. തിരുച്ചമ്പരം എന്ന പേരിൽ നിന്നാണ് തൃച്ചംബരം എന്ന പേര് വന്നതെന്നും ഐതിഹ്യമുണ്ട്. മാർച്ച് 7-നാണ് ഉത്സവ കൊടിയേറ്റം. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം മാർച്ച് 20-ന് കൂടിപ്പിരിയലോടെ സമാപിക്കും. ഫെബ്രുവരി 14 മുതൽ മാർച്ച് 6 വരെയാണ് ഇവിടെ ഈ ചെറിയ ഉത്സവം കൊണ്ടാടുന്നത്. തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെ ശരിയായ കൊടിയേറ്റം എന്ന് പറയുന്നത് ഈ വർഷം മാർച്ച് 7-നാണ് കൊടിയേറ്റമുള്ളത്. കുംഭം 22. പൂക്കോത്ത് നടയിലെ രാമകൃഷ്ണ ലീലകൾ കാണാൻ 10,000-ങ്ങളാണ് ഉത്സവ സമയത്ത് ഇവിടെ എത്തുക. ആന എഴുന്നള്ളത്തിനു പകരം തിടമ്പ് നൃത്തമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഉത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ടാണ് ചെറിയ ഉത്സവം നടക്കുന്നത്. പടഹാദി ഉത്സവമെന്നും ഇതിന് പേരുണ്ട്. കംസനിഗ്രഹത്തിന് ശേഷമുള്ള ഭാവത്തോടെയാണ് കിഴക്കോട്ട് തിരിഞ്ഞ് ശ്രീകൃഷ്ണൻ ഭക്തരെ അനുഗ്രഹിക്കുന്നത്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഒട്ടേറെ കലാപരിപാടികളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. തുടങ്ങുന്നത് തന്നെ 7-ാം തീയതി പാട്ടുകാരോട് കൂടിയിട്ടുള്ള ഒരു ഭക്തിഗാന സന്ധ്യ എന്ന് പറഞ്ഞിട്ട്. 2ാമത്തെ ദിവസം നമ്മളിവിടെ നടക്കുന്നത് തോൽപ്പാവക്കൂത്ത്. അത് ഷൊർണൂരിൽ നിന്ന് വരുന്ന ഒരു പരിപാടിയാണ്. കുട്ടികളുമായി ഭഗവാനുള്ള അടുപ്പമാണ് ചെറിയ ഉത്സവത്തിന് ആധാരമെന്ന് ക്ഷേത്രം കമ്മിറ്റിക്കാർ പറയുന്നു. ഈ പടഹാദി എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ചെറിയ ഉത്സവം എന്നുള്ള ഇതിലെ പേര്. അത് കുട്ടികൾക്കായിട്ടുള്ള ഒരു ഉത്സവം പോലെയാണ് ഇതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, കുട്ടികൾ ഓടുന്നത് കണ്ടില്ലേ. അപ്പോൾ എല്ലാവരേക്കാളും ഏറ്റവും കൂടുതൽ തൃച്ചംബരത്തപ്പന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അവരെയാണ്. 6 മണിയോടെ പുറത്തേക്ക് എഴുന്നള്ളുന്ന ഭഗവാൻ കുട്ടികൾക്കൊപ്പം ക്ഷേത്രം വലംവയ്ക്കുന്ന ചടങ്ങ് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ന്യൂസ് 18 തളിപ്പറമ്പ്. സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിൽ പുതിയ സംഗീതാനുഭവമായി സൂഫി സംഗീതവേദി. പാലക്കാട് ചാലിശ്ശേരിയിലാണ് തദ്ദേശ ദിനാഘോഷം നടക്കുന്നത്. സൂഫി സംഗീത വിരുന്നിന് സമീർ ബിൻസിയും ഇമാം മജ്ബൂറും നേതൃത്വം നൽകി. തദ്ദേശ ദിനാഘോഷത്തിന്റെ കലാ സാംസ്കാരിക പരിപാടികളിൽ ഖവാലിയുടെ ചടുലതാളം സമ്പന്നമാക്കി. കൂറ്റനാട് വട്ടനോട് GLP സ്കൂളിൽ ഖവാലികൾ പെയ്തിറങ്ങിയ സായനത്തിൽ ആസ്വാദകരുടെ മനം കവർന്ന സൂഫി ഗായകർ പ്രശംസ നേടി. തത്വചിന്തയുടെയും ഭക്തിയുടെയും ഈരടികളിലൂടെ സംഗീതാനുഭൂതിയുടെ സോപാനത്തിലേക്ക് ആസ്വാദകരെ കൂടെ കൊണ്ടുപോകാൻ സമീർ ബിൻസിയും ഇമാം മജ്ബൂറും നേതൃത്വം നൽകിയ സംഘത്തിന് കഴിഞ്ഞു. കുട്ടികളും മുതിർന്നവരും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുമുള്ളവരും അടങ്ങിയ സദസ്സ് പാട്ടുകാരോടൊപ്പം ആടുകയും പാടുകയും താളം പിടിക്കുകയും ചെയ്തു. ഇരുവരും ജനപ്രിയ ഖവാലികൾ പാടുമ്പോൾ ഹർഷാരവത്തോടെയാണ് സദസ്സ് വരവേറ്റത്. ന്യൂസ് 18 പട്ടാമ്പി. വാർത്തയിലേത് പൂർണ്ണമാകുന്നു. നമസ്കാരം.